ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നലെ ബിഗ് ബോസ് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഇന്നലെ ബിഗ് ബോസിൽ ലക്ഷ്മിനെ ലാലേട്ടനാണ് വാരി തൂക്കി എറിഞ്ഞു കൊടുത്ത് ആ പെൺകുട്ടി വന്നപ്പോൾ തുടങ്ങിയതാണ്. എന്താണോ എല്ലാ പുരുഷന്മാരെയും കാണുമ്പോൾ ഒരു എല്ലാവരോടൊരു ദേഷ്യം. ഞാൻ പറയണ ആളോട് വല്ല പുരുഷന്മാരും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും കാണുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ഫീലിങ്. എല്ലാവരെയും കാണുമ്പോൾ അതിനെക്കാട്ടി ഭയങ്കര എനിക്ക് വൃത്തിക്കെട്ട ഒരു സ്വഭാവമാണെന്ന് അവൾ പറയും. അക്ബറെ, നിൻ്റെ ലാംഗ്വേജ് നീ ശ്രദ്ധിക്കൂ, സ്ത്രീകളെ ബഹുമാനിക്കാൻ ശ്രമിക്കൂ. നീ സ്ത്രീകളെ ബഹുമാനിക്കാൻ ശ്രമിക്കൂ എന്ന് പറയണ മതി. അതേമാതിരി നീ പുരുഷന്മാരെയും ബഹുമാനിക്കാൻ ഇതാക്ക്. നീ അതും ചെയ്യ്. നീ എൻ്റെ ഭാഗത്ത് മാത്രം ശരിയെന്ന് വെച്ചിട്ട് നടക്കരുത്. അണക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ തരണമാതിരി നീ പുരുഷൻ എന്ന നിലയിൽ അവർക്കും കൊടുക്കണം. പറഞ്ഞാൽ മനസ്സിലായ? റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊടുത്താലേ തിരിച്ചിങ്ങോട്ട് കിട്ടും. നമ്മളൊരാൾക്ക് അങ്ങോട്ട് റെസ്പെക്റ്റ് കൊടുത്താലാണ് അത് തിരിച്ചിങ്ങോട്ട് കിട്ടുള്ളൂ. അല്ലാണ്ട് നീ അങ്ങോട്ട് കൊടുക്കാണ്ട് ഇങ്ങോട്ട് കിട്ടുമെന്ന് പറയുന്ന കേസ് ഉണ്ടല്ലോ, അത് നടക്കണ കേസല്ല. പിന്നെ നൂറ ആദ്യം അവരുടെ വിഷയത്തിൽ പറഞ്ഞ് ഭയങ്കര തെറ്റായത്. അവർ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, എന്താണ് അവർ കഷ്ടപ്പെട്ടതെന്ന് ചോദിക്കും. അവരവരുടേതായ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അവർ അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോഴും അവർ അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളാണ്. ഒരാളെ ആശ്രയിക്കാണ്ടാണ് ഇപ്പോൾ ബിഗ് ബോസ് എന്ന ആ ഇതിലേക്ക് അവരെത്തിച്ചേർന്നതും അവരെ സ്വന്തം കൈകൊണ്ട് മാത്രമാണ്. അവർ കോടതി വരെയും പോയിട്ട് അവരുടെ നിയമം അത്രയ്ക്ക് അവർ കഷ്ടപ്പെട്ടിട്ട് നേടിയെടുത്തതാണ്. ഒരാളെ ഒരു ഇതിലേക്ക് പോകാണ്ട്, ഒരാളെ ഒന്നിലേക്ക് പോകാണ്ട് അവരവരുടേതായ രീതിയിൽ ജീവിക്കും. അത് നമ്മൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതാക്കി പോകണം. അതിങ്ങനെ എല്ലാവരും ലക്ഷ്മി അന്നമാതിരി ആയിരിക്കുന്നില്ല. നിനക്ക് പിന്നെ എന്തിനാ അവരുള്ള ഷോയിലേക്ക് നീ പോകാൻ നിന്നത്? നീ ഒരു മാസം എനിക്ക് തോന്നുന്ന ഒരു 40 ദിവസം ഒരു 20 ദിവസം നീ കണ്ടിട്ടാണ് ആ ഷോയിലേക്ക് കയറിപ്പോണത്. അപ്പം അങ്ങനെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നീ എന്തിനാണ് ആ ഷോയിലേക്ക് പോണത്? അതേപോലെ തന്നെ മസ്താനിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം വളരെ മോശപ്പെട്ട അഭിപ്രായം. കാരണം മസ്താനിക്ക് വന്ന് ലൈവ് എന്താണ് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഇവളെ മാതിരിയുള്ള ഒരു ഡീസൻറ്റ് വേറൊരു മനുഷ്യന്മാരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവരൊക്കെ ഓരോ ഇതിൽ പോയാലല്ലേ ഇവരൊക്കെ സ്വഭാവം അറിയണമെന്ന് വെച്ചിട്ട് ഞാനൊക്കെ ഇനിയൊന്നും മസ്താനിയുടെ ഒരു ഇൻ്റർവ്യൂ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കാണൂല. നമ്മളെന്തിനാ അവർക്കൊക്കെ റീച്ച് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം? വെറുതെ കാര്യമില്ലാണ്ട്. അതുമാതിരി എനിക്ക് തോന്നുന്നു അക്ബർ ആ സമയത്ത് പ്രതികരിക്കാണ്ടിരുന്ന എൻ്റെ ഇതിൽ എനിക്ക് തോന്നുന്നു അക്ബർ ആ സമയത്ത് അവൻ്റെ മൈൻഡിൽ വേറെ എന്തൊക്കെയോ ചിന്തിച്ചിരുന്നുണ്ട്. അത് ശരിക്കും പോലെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അക്ബറിൻ്റെ മാതിരി ഒരു പുലിക്കുട്ടി അത് കേട്ട അസലായിട്ട് ലക്ഷ്മിക്ക് ആ സ്പോട്ടിലാവും മറുപടി. പക്ഷെ അവന് വേറെ എന്തൊക്കെയോ ഇത് പറഞ്ഞ് പ്രഷർ കൊണ്ടായിരിക്കാം, വേറെ എന്തൊക്കെയോ അവൻ ചിന്തയിലായിരിക്കാം തോന്നുന്നു എനിക്ക്. അത് അവൻ തന്നെ പറയുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ. അവൻ തന്നെ പറയുന്നത് ഞാൻ വേറെ എന്തൊക്കെയോ ചിന്തകളിലായത് ശരിക്കും പോലെ എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ട്. അതിന് അക്ബറിൻ്റെ ഫാമിലി കേട്ടിട്ടുണ്ട്. അക്ബറിൻ്റെ ഉമ്മ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞിട്ടേ ഇല്ല. ഒറ്റയ്ക്ക് കളിക്കും മോൻ്റെ വേടുകൾ വായിൽ നിന്ന് വരുന്നത് അതൊന്നും ഇതാക്കും. എനിക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഞാൻ എന്താ പറയണത് എനിക്കൊന്നും അറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്ന വ്യക്തിയാണ്. ദേഷ്യം വന്നാൽ അത് ഓരോരുത്തരെ ഇതാണ്. അത് നമ്മൾ അടക്കി പിടിച്ച് ഇരിക്കാനൊന്നും പറ്റുന്നവരില്ല. എനിക്കിപ്പോൾ തന്നെ എൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ടല്ലോ. ദേഷ്യം വരുമ്പോൾ ഞാൻ തലവണമൊക്കെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിട്ട് വേദന സഹിക്കാൻ പറ്റാണ്ടാവുമ്പോഴൊരിതുണ്ട്. അതേപോലെ അവിടെ ഒരു 100 ദിവസം ഒരു കൂടിനുള്ളിൽ ഇതാക്കിയിടുമ്പോൾ നമ്മൾ അവിടെ ഉള്ളവരുമായിട്ടൊരു സൗഹൃദം ആയാലും എന്തായാലും അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് എനിക്ക് ലക്ഷ്മിനെ ആയാലും മസ്താനിനായാലും ആ ഷോയിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ അത്രയും നല്ലത്. രണ്ടും വേസ്റ്റ്. കാണാൻ തന്നെ നമുക്ക് ദേഷ്യമാവണം ഷോ. അത്രക്കും ഒരു ക്വാളിറ്റി ഇല്ലാത്ത രണ്ടെണ്ണത്തിന് അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ഇരുത്തിയ മാതിരി, ഒരു ക്വാളിറ്റി ഇല്ലാത്ത രണ്ടെണ്ണത്തിന് അതിൻ്റെ ഇരുത്തിയ മാതിരി. ഇവർ പറഞ്ഞ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജ് ഇവരെന്താ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്? ഇവളാരാ? അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ.
ഇവളൊക്കെ കുറിച്ചിട്ട് എന്ത് വീഡിയോ ചെയ്യാൻ, ഇതൊക്കെ ഇവളെ കാര്യം പറയാൻ തന്നെ ദേഷ്യം. ഞാൻ ഇന്നലെ എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് ഇരുന്ന എപ്പിസോഡ് കണ്ടതായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്ന് ആണുങ്ങളോട് മൊത്തം മാപ്പ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മിനോട്. അപ്പോൾ അവളിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അത് ഒരു പുരുഷനെ പറ്റിയിട്ട് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വളരെ മോശമായിരുന്നു. എനിക്കൊന്നും അതിൽ പ്രത്യേകിച്ച് തോന്നില്ല. നമ്മൾ ഒന്ന് വീഴാൻ പോകുമ്പോൾ സത്യം നമ്മൾ ഓപ്പോസിറ്റ് ഒന്ന് വീഴാൻ പോകുമ്പോൾ എവിടെയാണ് ഇതാക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ റോട്ടിൽ കൂടെ പോകും, തിരക്കുള്ള റോഡ്, പെട്ടെന്ന് നമ്മൾ വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് എവിടെയാണ് പിടിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ ഇങ്ങനെ കയറിയിട്ടേക്കും പിടിക്കണത്. അതൊക്കെ ഇപ്പോൾ അത് വേറെ വല്ല ടച്ചിങ്ങൊക്കെ പറയാൻ പറ്റും. അപ്പം നമ്മളിപ്പോൾ ഒരു വെള്ളപ്പൊക്കത്തിൽ പെട്ടെന്ന് വിചാരിക്കുക, വെള്ളപ്പൊക്കത്തിൽ നമുക്ക് നമ്മളെ രക്ഷിക്കാൻ വരുന്ന ആളെ നമ്മളെവിടെ കയറിയിട്ടാണ് പിടിക്കാൻ പറ്റുന്നിടത്തല്ലേ പിടിക്കുള്ളൂ. അതൊക്കെ അപ്പം നമ്മൾ പറയുമോ അതവിടെ ടച്ച് ചെയ്ത് ശരിയായില്ല എന്ന് നമ്മൾ പറയുമോ? അപ്പോൾ നമ്മൾ ജീവനാണോ നോക്ക്? പെട്ടെന്ന് ഒരു മനുഷ്യൻ വീഴാമ്പോൾ ഇങ്ങനെ പിടിച്ചെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വേറെ അർത്ഥത്തിൽ, കാരണം അവരുടെ ചിന്താഗതിയാണ് പ്രശ്നം. മസ്താനിയുടേതായാലും ലക്ഷ്മിയുടേതായാലും ചിന്താഗതിയുടെ പ്രശ്നമാണ്, അല്ലാതെ വേറൊരു പ്രശ്നമാണ്. ഇവർ രണ്ടാളും ചിന്തിക്കുന്നുണ്ടല്ലോ, ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള ചിന്താഗതികളാണ് ഇവർ ചിന്തിക്കുന്നത്. ഇവരെന്താണ് ഈ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇവർ രണ്ടു കൂട്ടർ എന്താണ് കൊടുക്കുന്നത്? ബെസ്റ്റ് രണ്ടെണ്ണത്തിനൊന്ന് തൂക്കിയിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ആ എലിമിനേഷന് കൊണ്ടിട്ടാൽ മതിയായിരുന്നു. തൂക്കിയെടുത്തിട്ട് കളയാനായിരുന്നു. ഒട്ടും ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കട്ടെ. ഒരാളെ കുറിച്ച് പറയാൻ പറ്റുന്നതിൻ്റെ അപ്പുറം താറടിച്ച് പറഞ്ഞിട്ട് ഒരു കൂസലില്ലാണ്ട് ഇരുത്തം കണ്ട, ഒരു കുറ്റബോധം കണ്ട. എന്നിട്ട് ലാലേട്ടൻ പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇതിൽ ഉറച്ചു നിൽക്കുന്നു, ഞാൻ ഉറച്ചു നിൽക്കുന്നു, എൻ്റെ മക്കൾ കാണുന്നു, 4 വയസ്സായ മക്കൾ കാണുന്നു. അല്ല, നമുക്ക് ബേസിക്കലി 4 വയസ്സായ എന്താണ് ഈ 4 വയസ്സായ മക്കൾ കാണാൻ മാത്രമുള്ള തെറ്റവർ ചെയ്തത്? എന്ത് തെറ്റാണ് അവർ 100 അവർ രണ്ടാളും ചെയ്ത് തെറ്റെന്താണ്? കാണാൻ മാത്രമുള്ള തെറ്റൊന്നും അവരവിടെ ചെയ്തിട്ട് കൂട്ടിയിട്ടില്ലല്ലോ. ഒരാളെ ഇഷ്ടമല്ലേ, അവരത്യാവശ്യം പ്രായപൂർത്തിയായ ആൾക്കാരാണ്, അവരെ ഇഷ്ടമല്ലേ, അവരെങ്ങനെ ജീവിക്കണം, അവരുടെ വസ്ത്രധാരണ എങ്ങനെ വേണം, അതൊക്കെ അവരുടേതായ ഇഷ്ടമല്ലേ. അത് സമൂഹത്തിന് അവരെന്താണ് തെറ്റായിട്ട് അവർ കൊടുത്തൊരു ഇത് പറയും, സമൂഹത്തിന് എന്താണ് അവർ തെറ്റായിട്ട് കൊടുത്തത്? എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമുള്ള പേരാണ്, 2 പേരെയും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. ഞാൻ ആദ്യമൊന്നും അവരുടെ വീഡിയോസൊന്നും അങ്ങനെയൊന്നും കണ്ടില്ല. ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ പോയി നോക്കി ബിഗ് ബോസ് എന്ന ഇത് കണ്ടപ്പോൾ നൂറാൻ്റെ കുറച്ച് കാര്യങ്ങൾ നൂറ പറയൽ തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. ഓരോരുത്തർ അനുഭവിച്ച കാര്യങ്ങൾ പറയുമ്പോൾ അപ്പോഴാണ് നമുക്ക് ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാവും. അല്ലാണ്ട് വെറുതെ കടന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർ അനുഭവിച്ച കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ബൈ.